കഴുകട്ടെ. എന്താ ഇവിടെ അടി? കൈയഴുവ്. എടേ അവിടേക്ക്. ഇങ്ങനെയാണോ കൈ എഴുതുന്നത്? കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ, മനസ്സിലായോ? ആ, ഇല്ലെങ്കിലേ അസുഖം വരും. അമ്മ സുഖമില്ലാതെ കിടക്കുന്ന കണ്ടില്ലേ? കണ്ടാൽ തന്നെ പേടിയാവുന്നു. ഇന്നലെ ഞാൻ ജനലിൽ കൂടെ അമ്മയുടെ മുഖം കണ്ടു. എപ്പോഴും നല്ല വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ടെങ്കിലേ സാധാരണ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. വായി വെച്ച് കഴിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലേടി നിനക്ക്? ജാനിമോള് പാചകറാണിയൊന്നുമല്ല, 13 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കൊച്ച. 13 വയസ്സത്ര കുരുന്നു പ്രായമൊന്നുമല്ല. പണ്ടൊക്കെ ഈ പ്രായത്തിൽ പെമ്പിള്ളേരെ കെട്ടിക്കും. എന്തടി? ഒരു കുടുംബം നോക്കാനുള്ള പാകതയും ത്രാണിയൊക്കെ അപ്പോഴേക്കും പെമ്പിള്ളേർക്ക് ഉണ്ടാകും. 10-65 വയസ്സായിട്ടും ഒരു കുടുംബം കലക്കാനല്ലാതെ ഒരു കുടുംബം നേരെ ചൊവ്വ നോക്കാനുള്ള പാകത നിങ്ങൾക്കുണ്ടായോ? ഇല്ലല്ലോ. നീ എന്തിനാ വിജയ് ഏതു നേരം എന്റെ മെക്കിട്ട് കയറുന്നേ? ഞാനൊരു സത്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. ആ, നോക്കി നിൽക്കാതെ അതിങ്ങോട്ട് എടുക്കടി. ഇങ്ങോട്ടുണ്ട്. രുചി പോരാന്ന് മുമ്പേ പരാതി പറഞ്ഞിട്ട് ഉരുട്ടി വിഴുങ്ങാണല്ലോ. അത് പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ? അത്താഴപ്പെട്ടിന് കിടക്കാൻ പറ്റുമോ? പോയി കഞ്ഞി എടുത്തിട്ട് വാടി. വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും അത്താഴത്തിരുത്തിരി കഞ്ഞി ഉണ്ടെങ്കിലേ തൃപ്തിയാകും. അതാ. അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാന്ന് ഓർഡർ ഇടാൻ ഇത് ഹോട്ടലല്ല. എന്റെ ജാനിമോൾ ഇവിടുത്തെ പരിചാരികയല്ല. അയ്യോ, അവളോട് ഇച്ചിരി കഞ്ഞി കൊണ്ടുവരാൻ പറഞ്ഞതാണോ ഇപ്പൊ വലിയ കുറ്റമായി പോയത്? അതല്ല കുറ്റം. ജാനിമോളോട് അത് ചെയ്യേ ഇത് ചെയ്യെന്ന് പറഞ്ഞപ്പോഴും കൽപ്പന ഇടുന്നുണ്ടല്ലോ. അതിന് പകരം അവളെ എന്തിനെങ്കിലും ഒരു കൈ സഹായിച്ചൂടെ നിങ്ങൾക്ക്? ഞാൻ ഈ വയ്യാത്ത കൈയും കാലും കൊണ്ട് എന്നാ ചെയ്യാനാ വിജയ? വേണ്ടതൊക്കെ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലേ? അതുപോരെ. ഓ, നിങ്ങൾക്ക് ഇത്തിരി നല്ല ബുദ്ധി പറഞ്ഞു തരാൻ ആരും ഇല്ലാണ്ടായി പോയല്ലോ ദൈവമേ. എടേ, നീ ഇവിടത്തെ വേലക്കാരിയല്ലെന്ന് നീയും ഓർക്കണം. പറ്റില്ല എന്ന് പറയേണ്ടി വരുന്നിടത്ത് അറത്ത് മുറിച്ച് തന്നെ പറഞ്ഞേക്കണം പറ്റില്ല എന്ന്. അതാരോടായാലും.